വാടേൽ ഇടവകയിൽ 1500ഓളം പപ്പാഞ്ഞിമാരുടെ മഹാസംഗമവും ക്രിസ്തുമസ് വിളംബര യാത്രയും നടത്തി. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ഡയമണ്ട് ലൈഫ്. ഗുണമേന്മ, വിശ്വാസം, വരുമാന സൗഹൃദ വില എല്ലാം ഒറ്റ ബ്രാൻഡിൽ. ഡയമണ്ട് ലൈഫ്. ബ്രാൻഡ് മാറ്റിയാൽ ഗ്രാൻഡ് ആവാം. വിശ്വാസത്തിന്റെ ഗുണമേന്മയുമായി നമ്മുടെ വീട്ടുപയോഗത്തിന് ആവശ്യമുള്ള 60-ൽ പരം പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഒരു പേരിൽ. ഡയമണ്ട് ലൈഫ്. ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ ആദ്യമായി ബോൺ നത്താലെ എന്ന പേരിൽ 1500ഓളം പപ്പാഞ്ഞിമാർ അണിനിരന്ന ക്രിസ്തുമസ് സന്ദേശ വിളംബര യാത്രയും മഹാസംഗമവും നടത്തി. വാടയിൽ സെന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ വെളിയത്തമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര യാത്ര വാടയിൽ പള്ളിയങ്കണത്തിൽ സമാപിച്ചു. വൈപ്പിൻ മുൻപം സംസ്ഥാന പാതയിലൂടെ കടന്നുപോയ സാന്താക്രോസ് കൂട്ടം കാണികൾക്ക് കൗതുകമായി. ക്രിസ്തുമസ് സന്ദേശയാത്രയെ കൂടുതൽ ആകർഷകമാക്കിക്കൊണ്ട് ദൃശ്യങ്ങളും ബാൻഡ് മേളവും വാദ്യാഘോഷവും ഉണ്ടായിരുന്നു. കൂടാതെ ഒട്ടകപ്പുറത്തേറിയ പുൽക്കൂടും കുതിരപ്പുറത്തേറിയ സാന്താക്ലോസുമാരും 15 അടിയോളം ഉയരത്തിലുള്ള വടിയിൽ കുത്തി നടക്കുന്ന കൂറ്റൻ പപ്പാഞ്ഞിമാരും ഭീകരമായ കരടി രൂപങ്ങളും വിളംബരയാത്രയ്ക്ക് കൂടുതൽ പകിട്ടേകി. അതോടൊപ്പം 500ഓളം കുഞ്ഞ് സാന്താക്രോസ് കൂട്ടവും വിളംബരയാത്രയിൽ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ നൃത്തച്ചുവടുകളോടെയാണ് വിളംബരയാത്ര പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നത്. തുടർന്ന് നടന്ന മഹാസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇടവക വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങോട്ട് സംസാരിച്ചു. സഹകരിച്ചതിന് ഏറ്റവും കൃത്യമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ പൊതു ഡാൻസ് നടക്കുകയാണ്. എല്ലാവരും തന്നെ ഈ ഡാൻസിനൊപ്പം നൃത്തം ചെയ്യുക. ഇവിടുത്തെ സ്റ്റേജിൽ, താൽക്കാലിക സ്റ്റേജിൽ നിങ്ങളെ സ്റ്റെപ്പ് പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അതനുസരിച്ച് നിങ്ങൾ നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് 2025 ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നമുക്ക് ആരംഭം കുറിക്കാം. ക്രിസ്മസ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തിരുനാളാണ്. നമ്മുടെ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഈ ബോണത്താലെ 2025 സ്വാഗതം. നമുക്കിപ്പോൾ നൃത്തച്ചുവടുകളുമായി 2025 ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കാം. എല്ലാവരും തയ്യാറല്ലേ? ഓക്കെ. സാന്താക്രോസ് എന്ന വിശുദ്ധൻ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരറിയാതെ അവരെ സഹായിച്ച് കടന്നുപോയിരുന്ന വ്യക്തിയായിരുന്നു. സാന്താക്രോസിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കും സാധിക്കണമെന്ന് തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സഹവികാരി ഫാദർ ജിൻസൺ ജോൺ ചേരിയിൽ വിളംബര യാത്രയിലും സംഗമത്തിലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, നായിരമ്പലം.